എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പാലട പായസമാണ് തയ്യാറാക്കുന്നത്. നമുക്ക് സദ്യയിലേക്ക് കിട്ടുന്ന നല്ല പിങ്ക് കളറുള്ള പാലട പായസം. അപ്പോൾ അത് അധികം മെനക്കേടില്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ അട ഒന്ന് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരണം, അതുവരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതവിടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് അടയാണ് ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ തരികളായിട്ടുള്ള അടയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പാലൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 7-8 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഏലക്കയുടെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അട ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ അരിപ്പയിലിട്ടിട്ടൊന്ന് ഊറ്റിയെടുക്കാം. എന്നതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. സ്റ്റാർച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അത് അവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ഇതിൻ്റെ മൂടി വെച്ച് വിസിലിട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. സ്റ്റവ് ഓണാക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കറക്റ്റ് 1 മണിക്കൂർ നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പാലും പഞ്ചസാരയും അട എല്ലാവരും കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ വിസിൽ വന്നിട്ട് നമ്മുടെ പാലൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വിസിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 1 മണിക്കൂർ വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പിങ്ക് കളറിലെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത് കേട്ടോ. കാരണം ഇതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അടയായതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ കുറുകി എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റവ് ഓണാക്കിയിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി കിട്ടും. ഞാനപ്പോൾ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നന്നായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ നെയ്യോ വെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അധികം മെനക്കേടില്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സദ്യയിലെ പിങ്ക് പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്